തെറ്റ് കണ്ടാൽ എതിർക്കാം, സമരം ചെയ്യാം, സമാധാനപരമായി പ്രക്ഷോഭം നടത്താം. പക്ഷേ ഒരു ദിവസം മുഴുവൻ ജനങ്ങളെ ബന്ധുക്കളാക്കി വീട്ടിലിരുത്തുക എന്നുള്ളത് വളരെ പ്രാകൃതമായ ഒരു നടപടിയാണ്. സാമാന്യബോധവും പൗരബോധമുള്ള കുറച്ചുപേരെങ്കിലും എൻ്റെ പ്രതിപക്ഷ സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ പറയാം. ദയവേത് നിങ്ങൾ ഈ ഹർത്താലിൽ നിന്ന് പിന്മാറണം. CM പറഞ്ഞതിനോട് നമ്മൾ അനുകൂലമായ നിലപാടെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, നമുക്ക് മറ്റെന്തെങ്കിലും സമരമാർഗങ്ങൾ ആലോചിക്കാമല്ലോ. ഇത് നമ്മൾ നേരത്തെ തീരുമാനിച്ച ഹർത്താലാണ്. ഒരു മാപ്പ് പറച്ചിൽ നടത്തി ഇത്രയും ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്നും CM-ന് രക്ഷപ്പെടാനാവില്ല. പിന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മാപ്പ് പറഞ്ഞതിന് ശേഷം മാറ്റി നിർത്തി ഭീഷണിപ്പെടുത്തി CM തലയൂരുകയായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞാൽ CM നിഷേധിക്കൂ? ഇത്തിരി പോകുന്നൊരു പയ്യനെ ഭീഷണിപ്പെടുത്തി ഒരു കാര്യം സാധിച്ചെടുക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ സൂണ? സൂണ ഇവിടെ ഇപ്പം എന്താ, ഒരു വിഷയം ഉണ്ടായി, അതിന് പരിഹാരവും കണ്ടു, പിന്നെ എന്തിനാ? ബേബി സാറേ, ഈ ഉണ്ടായി എന്ന് പറയുന്ന സംഭവം അത്രയ്ക്ക് നിസ്സാരമാണോ? CM-നെതിരെ ഗുരുതരമായ കുറ്റാരോപണമാണുള്ളത്. അങ്ങനെയാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഇതിന്റെ പേരിൽ ഒരു ഹർത്താൽ ഉണ്ടാക്കിയേ അടങ്ങൂ. എന്താണ് നിങ്ങൾക്ക് ഇത്ര വാശി? വാശിയല്ല, ഒന്ന് സ്തംഭിപ്പിക്കുക എന്നതും ഞങ്ങളുടെ ഉദ്ദേശമല്ല. നിങ്ങളുടെ തെറ്റുകൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നുള്ളത്. പിന്നെ ആ പയ്യൻ മാത്രമല്ല ഇതിന്റെ കാരണം. എടാ ഫിലിക്സ്, ഒന്ന് എഴുന്നേറ്റ്. എടാ ബിജു, കയറുക. ശരിക്ക് കണ്ടാട്ടോ, കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ നടന്ന ലാത്തി ചാർജിന്റെ ബാക്കിയാണ്. ഇതൊക്കെ ധാരാളമാണ് ഞങ്ങൾക്ക് ഒരു ഹർത്താൽ. പക്ഷേ ഒരു പുതുമയില്ല. ഈ വർഷം ഇതിനോടകം നടന്നത് 2 സംസ്ഥാന ഹർത്താലുകൾ, 14 പ്രാദേശിക ഹർത്താലുകൾ. എല്ലാം നിങ്ങളുടെ വകയാണ്. ഹർത്താലുകളെ അങ്ങനെ തള്ളിക്കളയണ്ട. കോടതി അംഗീകരിച്ച ഒരു പ്രതിഷേധ മാർഗമാണത്. അതെ, അതുകൊണ്ട് ഞങ്ങൾ അത് വളരെ സമാധാനപരമായിട്ടങ്ങ് നടത്തും. കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ജോസേ? സമാധാനപരമായ ഒരു സംസ്ഥാന ഹർത്താൽ. നമുക്ക് ഒന്നുകൂടി ഒന്ന് ആലോചിക്കണോ? ഭാസ്കരൻ സാർ എന്താ പറയുന്നു? അത് മുന്നോട്ട് പോകാൻ തന്നെയാണ്. സാറെന്താ പറയുന്നു? ഞങ്ങൾ ഒരു മുന്നണിയാണ്, തീരുമാനങ്ങളും ഒരുമിച്ചാണ്. ഭരിക്കുന്ന ഗവൺമെന്റിനെ ഏതെല്ലാം രീതിയിൽ എതിർക്കാം, നാട്ടിലെ ക്രമസമാധാന നില എങ്ങനെയെല്ലാം തകർക്കാം, ഇതൊക്കെയാണ് ഏതൊരു പ്രതിപക്ഷത്തിൻ്റെയും ചിന്ത. അത് ജനങ്ങൾക്ക് അവരിലുള്ള വിശ്വാസം കൂട്ടുകയും ഭരിക്കുന്ന ഗവൺമെന്റിലുള്ള വിശ്വാസം കുറയ്ക്കുകയും ചെയ്യുന്നവർ വിചാരിക്കുന്നു. പക്ഷേ പ്രതിപക്ഷം എതിർപക്ഷമല്ല, മറ്റൊരു പക്ഷമാണ്. ഇതിപ്പോ CM പ്രതിപക്ഷത്തെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ചിരിക്കുക. ഇത്രയും നിഷേധാത്മകമായ വർത്തമാനം കേൾക്കാനല്ല നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. മതം ഇരിക്കെ CM ഞങ്ങൾ ഉദ്ദേശിച്ചത് ഈ മീറ്റിങ്ങിന് ഞങ്ങളെ വിളിച്ചു വരുത്തിയത് ബേബിച്ചന്. ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നത് നിങ്ങളുടെ പരിഹാസം കേൾക്കാനോ ആജ്ഞകൾ അനുസരിക്കാനോ അല്ല. ഭരണത്തിൽ കയറിയിട്ട് 2 വർഷവും 9 മാസവും ആയില്ലേ? നമ്മൾ തമ്മിലുള്ള ഹണിമൂൺ പീരിയഡ് ഇതോടെ തീർന്നു എന്ന് കരുതിക്കും. ഇതുവരെ ഞങ്ങൾ നിങ്ങൾക്ക് തന്ന ആനുകൂല്യം ഒന്നും ഇനി പ്രതീക്ഷിക്കണ്ട. ആ ഇരിക്കുന്ന കസേരയില് ഒന്ന് മുറുക്കെ പിടിച്ചോ CM. മുഖ്യമന്ത്രി. എന്താണ്? മുഖ്യമന്ത്രിയെ കാണുന്നു. അവിടെ വെയിറ്റ് ചെയ്യേ. എക്സൈസ് മിനിസ്റ്ററാ, ശരിക്കും കിട്ടുന്നെന്ന് തോന്നുന്നു. നമുക്ക് പോയിട്ട് പിന്നെ വരാം. CM നല്ല മൂഡിലല്ലാന്ന് തോന്നുന്നു. ശരിയാ. നമുക്കും പോയിട്ട് പിന്നെ വന്നാലോ? എന്താ? സാറിനെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്തായിരുന്നു. സർ ഷാൽവി, ഞാനൊരു മീറ്റിങ്ങിന് കയറുകയാണ്, നിങ്ങൾ വാ.
ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിലെ സ്റ്റുഡൻസാണ്. ഞാൻ രമ്യ, യൂണിയൻ ചെയർപേഴ്സൺ. നമ്മുടെ കോളേജിൻ്റെ 153rd ആനിവേഴ്സറി ആണ്. കഴിഞ്ഞ ആഴ്ച പ്രിൻസിപ്പൾ ഒന്ന് സാറിനെ കണ്ടായിരുന്നു. എൻ്റെയും കോളേജാണ്, ഞാൻ പൂർവ്വ വിദ്യാർത്ഥിയാണ്. എത്തിക്കോളാം. താനെന്താ ഇവിടെ? എന്താ ആൾക്കൊറ്റക്ക് വരാൻ പറ്റില്ലേ? ഒരു ധൈര്യത്തിന്. ധൈര്യം? താൻ കാരണം ആ ഒരു ഹർത്താൽ ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് സാധാരണ ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി തനിക്ക് വല്ല വിവരമുണ്ട്? ഒരു പോസ്റ്റൊക്കെ ഇടാൻ ആരും പറ്റും, പക്ഷെ അതിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബാക്കിയുള്ളവർക്ക് ആ ബുദ്ധിമുട്ട്. ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും പോയി എൻ്റെ ഓഫീസിലേക്ക്. എൻ്റെ പേര് സന. ഞാനൊരു കോളേജ് വിദ്യാർത്ഥിയാണ്. ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്നാണ്. എൻ്റെ അച്ഛനൊരു ഹോട്ടലിലെ വെയിറ്ററും ചേച്ചി ഒരു പാർക്കിംഗ് ലോട്ടിലെ ജീവനക്കാരിയാണ്. ഇവർ രണ്ടുപേരും വരുമാനം വെച്ചാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഇവർ രണ്ടുപേർക്കും ഒരു ദിവസം ജോലിക്ക് പോകാൻ പറ്റില്ല. ഞങ്ങളുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. മുഖ്യമന്ത്രിയുടെ ഒരു നടപടികളും കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്ന് അങ്ങ് ഞങ്ങൾക്ക് വാക്ക് നൽകിയിരുന്നു. ഇപ്പം അങ്ങയുടെ നിസ്സംഗതയാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഞാൻ അങ്ങയെ വെല്ലുവിളിക്കുന്നു, ഈ ഹർത്താൽ ദിനം അങ്ങയുടെ അധികാരം ഉപയോഗിച്ച് ജനങ്ങൾക്ക് ഒരു സാധാരണ ദിനമാക്കി തരാൻ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് താങ്കൾക്ക് സാധിക്കുമോ? ചേച്ചി ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഹർത്താലായിട്ട് മോളെ കൊണ്ട് സ്കൂളിൽ പോകണ്ടെന്ന്. ഇത് കണ്ടില്ലേ? ഒരു 10-200 ഗ്രാം കാണുമല്ലേ? കുറച്ചൊരു വെയിറ്റ് ഉള്ള കല്ലുമാണ്. ഒരു 1.5 കിലോ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ആ ഗ്ലാസ് പൊട്ടിക്കായിരുന്നു. ഗ്ലാസ് ഒന്നും ഇപ്പോൾ പഴയതുപോലെയല്ല, നല്ല സ്ട്രോങ് ലാബാസൊക്കെ പണിതിരിക്കുന്നത്. MLA-മാർ തന്നെ ഇതിനിറങ്ങുന്നത് വളരെ കഷ്ടമാണ്. പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹർത്താലാവുമ്പോൾ അവരും കുറച്ചൊക്കെ ബുദ്ധിമുട്ടേണ്ടി വരും. ശരിയാ, നിങ്ങൾക്കൊക്കെ വോട്ട് ചെയ്ത ആളുകളിൽ പലരും ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം MLA മറന്നുപോകും. പൗരാവകാശങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ പൗരബോധവും പൗരധർമ്മവും മറന്നുപോരും. ഏതായാലും MLA-മാർ കുറച്ച് ദിവസം അകത്ത് കിടക്കേണ്ടി വരും. സംസ്ഥാന സർക്കാരാണ് ഇതൊരു കക്ഷി. ചെറിയൊരു പിഴ വേണ്ടി വരുമായിരിക്കും, ഒരു 10-10,000 രൂപ. അതിനെ കൊടുക്കാൻ ആളുണ്ടല്ലോ. എന്നാൽ പിന്നെ ഈ സമരത്തെ നേരിടാൻ CM-ന് വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്? ഇതോടെ ഒരു ചീപ്പ് ഹീറോയിസം അല്ലേ സാർ? ഒരു സാമാന്യ ജനങ്ങൾക്ക് വേണ്ടി ഇതൊരു കാര്യമല്ലേ? ഇപ്പം എനിക്കങ്ങനെ ചീപ്പായിട്ട് തോന്നുന്നില്ല, നിങ്ങൾക്കും തോന്നരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. സാർ, ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനുണ്ടായ പ്രചോദനം എന്താണ് സാർ? ഇതിനൊന്നും പ്രചോദനമുണ്ടല്ലോ, ഇതെൻ്റെ ജോലിയല്ലേ. ചാലഞ്ചിങ് ദ ചീഫ് മിനിസ്റ്റർ. ഈ ഹർത്താൽ പരാജയപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് എന്നെ വെല്ലുവിളിച്ചുകൊണ്ടാവണം ഈ വീഡിയോ. നാം മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചോദ്യങ്ങളും ഹർത്താലുകൾക്കെതിരെയുള്ള കേരളത്തിലെ ഓരോ പൗരന്റെയും വികാരം ഉൾക്കൊള്ളുന്നതായിരിക്കും. സംസ്ഥാനത്ത് പ്രതിപക്ഷം ആഹ്വാനം ചെയ്ത 12 മണിക്കൂർ ഹർത്താൽ സമ്പൂർണ്ണ പരാജയത്തിലേക്ക്. എല്ലായിടത്തും കടകമ്പോളങ്ങൾ തുറന്നു, വാഹന ഗതാഗതവും സുഗമമായി തന്നെ നടന്നു. സംസ്ഥാനത്ത് പ്രതിപക്ഷം ആഹ്വാനം ചെയ്ത 12 മണിക്കൂർ ഹർത്താൽ സമ്പൂർണ്ണ പരാജയത്തിലേക്ക്. കനത്ത തിരിച്ചടിയായി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി കടക്കൽ ചന്ദ്രൻ നേരിട്ടാണ് ഹർത്താലിനെ നേരിടാൻ തെരുവിലിറങ്ങിയത്. വിദ്യാലയങ്ങളിലും